നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിലാണുള്ളത്. 108 ശിവാലയങ്ങളിലൊന്നായ കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായ ഒരു ശിവക്ഷേത്രം. ഒത്തിരി വ്യത്യസ്തതകളും പ്രത്യേകതകളുമുള്ള ക്ഷേത്രമാണ്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പൂജയ്ക്കെടുക്കുന്ന കൂവളം ഇവിടെ പൂജയ്ക്കെടുക്കാറില്ല, എന്നാൽ തുളസി പൂജയ്ക്കെടുക്കാറുണ്ട്. പിന്നെ പ്രദോഷം പ്രാധാന്യമില്ലാത്ത ക്ഷേത്രം. ഈ തളിപ്പറമ്പ് എന്ന ഗ്രാമം പണ്ട് പെരിഞ്ചല്ലൂർ എന്ന പുരാതന ഗ്രാമത്തിന്റെ ഭാഗമായിരുന്നു. തളിപ്പറമ്പ് എന്ന ഈ അതിപുരാതനമായ ഗ്രാമത്തിനും ഒത്തിരി കഥകൾ നമ്മളോട് പറയാനുണ്ട്. ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത് പരബ്രഹ്മ സ്വരൂപനായി ശിവരൂപിയായിട്ടാണ്. സർവ്വദേവതമാരാലും പൂജിതനായി എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭക്തന്മാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കൈലാസനാഥൻ കുടികൊള്ളുന്നത്. ഇത്തരം അതിപുരാതനമായ ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഇവിടെ കുടികൊള്ളുന്ന മൂർത്തിയുടെ അനുവാദം അത്യന്താപേക്ഷിതമാണ്. ഭഗവാന്റെ ആ അനുഗ്രഹമില്ലാതെ ഒരു വാക്കുപോലും പറയുക അസാധ്യമാണ്. അതിനായി നമുക്ക് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കാം. അങ്ങനെ ഇവിടെ രാജരാജേശ്വരനായി രാജാതിരാജനായി എല്ലാ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും രാജാവായിക്കൊണ്ട് ലക്ഷ്മീപുരേശനായിക്കൊണ്ട് പെരുഞ്ചെല്ലൂരപ്പനായിക്കൊണ്ട് കുടികൊള്ളുന്ന ആ കൈലാസനാഥന്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഈ പുണ്യപുരാതനമായ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. കണ്ണൂർ നഗരത്തിൽ നിന്നും ഏകദേശം 22 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ അതിപ്രശസ്തമായ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു മഹാക്ഷേത്രമാണ്. 108 ശിവാലയങ്ങളിലൊന്നായ ഈ അതിപുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന 64 പുരാതന നമ്പൂതിരി ഗ്രാമങ്ങളിലൊന്നായ തളിപ്പറമ്പ് പണ്ടുകാലത്ത് പെരിഞ്ചല്ലൂർ എന്ന ഗ്രാമത്തിൻ്റെ ഭാഗമായിരുന്നു. ലക്ഷ്മീപുരം എന്നും വേദപണ്ഡിതന്മാരാൽ സമ്പന്നമായ ഈ ഗ്രാമം അറിയപ്പെട്ടിരുന്നു. ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം. ദക്ഷയാഗത്തിനിടയ്ക്ക് അപമാനിതയായ സതീദേവി സ്വയം ദേഹത്യാഗം ചെയ്തു എന്നറിഞ്ഞ് സംഹാരരുദ്രനായി മാറിയ മഹാദേവൻ തൻ്റെ പ്രിയപത്നിയായ ദേവിയുടെ ജഡശരീരവും തൃക്കൈകളിലേന്തി സംഹാരതാണ്ഡവം നടത്തുന്നു. അപ്പോൾ ലോകത്തിനെ സംരക്ഷിക്കുവാനായിട്ട് മഹാവിഷ്ണു ആ ജഡശരീരത്തിനെ സുദർശന ചക്രത്താൽ ഛേദിക്കുന്നു. ദേവിയുടെ ശരീരഭാഗങ്ങൾ വന്നു വീണ സ്ഥലങ്ങൾ ശക്തിപീഠങ്ങൾ എന്നറിയപ്പെട്ടു. ദാക്ഷായണി ദേവിയുടെ ഉത്തമാംഗം വന്നു വീണത് ഈ ഭൂമിയിലാണ് എന്നാണ് വിശ്വാസം. രാജരാജേശ്വരൻ, ചെല്ലൂർനാഥൻ, പെരും തൃക്കോവിലപ്പൻ, ലക്ഷ്മീപുരേശൻ എന്നിങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുന്ന ഇവിടെ വാഴുന്ന ഭഗവാന് ശൈവ ചൈതന്യത്തോടൊപ്പം വൈഷ്ണവ ചൈതന്യവുമുണ്ട് എന്നാണ് വിശ്വാസം. പരബ്രഹ്മസ്വരൂപനായി ത്രിമൂർത്തികളാലും സേവിതനായി സച്ചിദാനന്ദ പൊരുളായി ചക്രവർത്തിമാരുടെയും ചക്രവർത്തിയായി രാജാതിരാജനായി സദാശിവ പെരുമാളായി ശിവരൂപിയായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് സർവേശ്വരൻ ഇവിടെ വിരാജിക്കുന്നു. ദേവാദിദേവനായ സർവേശ്വരൻ എന്നൊക്കെ വാക്കുകളാൽ പറയാമെങ്കിലും എല്ലാ വിശേഷണങ്ങൾക്കും അപ്പുറത്തുള്ള എല്ലാത്തിൻ്റെയും അവസാന വാക്കായ പ്രപഞ്ചത്തിൻ്റെ ആധാരഭൂതനായി സർവേശ്വരൻ രാജരാജേശ്വരനായി ഈ പുണ്യഭൂമിയിൽ പരിലസിക്കുന്നു. ഒരിക്കൽ മഹർഷിമാർ ആദിത്യനെ കടഞ്ഞപ്പോൾ കിട്ടിയ ചൂർണം ഉപയോഗിച്ച് 3 ശിവലിംഗങ്ങൾ ഉണ്ടാക്കി. അതാദ്യം ബ്രഹ്മാവിനും പിന്നീട് പാർവതീദേവിക്കും ലഭിച്ചു. ദേവി അത് ആരാധിക്കുവാനും തുടങ്ങി. ഒരിക്കൽ മാന്ധാതാവ് എന്ന മഹർഷി മഹാദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കിയപ്പോൾ സുപ്രസന്നനായ ഭഗവാൻ ഈ ശിവലിംഗങ്ങളിൽ ഒന്ന് മഹർഷിക്ക് സമ്മാനിച്ചു. ശവസ്പർശമില്ലാത്ത ഒരു പുണ്യഭൂമിയിൽ കൊണ്ടുപോയി ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തൂ എന്ന് ഭഗവാൻ നിർദ്ദേശിച്ചതിൻ പ്രകാരം അദ്ദേഹം ഈ അന്ന് വനഭൂമിയായിരുന്ന ഈ പുണ്യഭൂമിയിലാണ് എത്തിച്ചേർന്നത്. ഇവിടെ തളികവട്ടത്ത് പ്രതിഷ്ഠ നടത്തിയെങ്കിലും ആ ദിവ്യമായ ശിവലിംഗം ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്തു. പിന്നീട് മുജുകുന്ദൻ എന്ന രാജർഷിക്കും ഇതേപോലെയുള്ള അനുഭവമുണ്ടായി. രണ്ടാമത്തെ ശിവലിംഗവും ഈ ഭൂമിയിൽ താഴ്ന്നുപോയി.
മൂന്നാമത്തേത് മൂഷിക രാജവംശത്തിലെ ശതസോമൻ എന്ന രാജർഷിക്കാണ് ലഭിക്കുന്നത്. അദ്ദേഹം തനിക്ക് ലഭിച്ച ദിവ്യമായ ശിവലിംഗവുമായി ഇവിടെ എത്തി പ്രതിഷ്ഠിക്കുവാൻ ശ്രമിച്ചപ്പോഴും ആദ്യം ഉറയ്ക്കാത്ത അനുഭവമുണ്ടായി. അപ്പോൾ സാക്ഷാൽ അഗസ്ത്യ മഹർഷി ഇവിടെ എത്തിച്ചേരുകയും മഹർഷിയുടെ നിർദ്ദേശപ്രകാരം കാമധേനുവിനെ കറന്ന പാലിൽ നെയ്യുണ്ടാക്കി നെയ്വിളക്ക് തെളിയിച്ച് നടത്തിയ പ്രതിഷ്ഠ വിധിയാവണ്ണം ഉറയ്ക്കുകയും ചെയ്തു. വിഗ്രഹം ഉറയ്ക്കുവാനായി അഗസ്ത്യ മഹർഷി അശ്വമേധ മന്ത്രം ചൊല്ലി 12 നമസ്കാരം നടത്തിയെന്നും അത് ഒരു ബുധനാഴ്ചയായിരുന്നു പ്രതിഷ്ഠ നടന്നത് എന്നും വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ചയാണല്ലോ പ്രാധാന്യമുണ്ടാവുക. എന്നാൽ ഇവിടെ ബുധനാഴ്ചയ്ക്കാണ് പ്രാധാന്യമുള്ളത്. ശ്രീകോവിലിൽ ഇപ്പോഴത്തെ പൂജാബിംബത്തിനടിയിൽ താഴ്ന്നുപോയ ആ ദിവ്യമായ 2 ശിവലിംഗങ്ങളും ഉണ്ട് എന്നാണ് വിശ്വാസം. ശ്രീകോവിലിനുള്ളിൽ അഗസ്ത്യ മഹർഷി കൊളുത്തിയ കെടാവിളക്ക് ഇപ്പോഴും ഐശ്വര്യം വിതറി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ശൈവസങ്കല്പത്തോടൊപ്പം വൈഷ്ണവ സങ്കല്പവും ചേരുന്നതിനാൽ ശങ്കരനാരായണനായും രാജരാജേശ്വരൻ ആരാധിക്കപ്പെടുന്നു. വളരെ വലിയ ശിവലിംഗമായതിനാൽ ശാന്തിക്കാർ നിന്നും കൊണ്ടാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത്. കൊടിമരമില്ലാത്ത, ശീവേലിയില്ലാത്ത, മലർനിവേദ്യം ഇല്ലാത്ത ഒരു ക്ഷേത്രമാണിത്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന കൂവളത്തിൻ്റെ ഇല ഇവിടെ ഉപയോഗിക്കാറില്ല. എന്നാൽ തുളസി കതിരോടുകൂടി ഉപയോഗിക്കുന്നു. നാലമ്പലത്തിനുള്ളിൽ നെയ്വിളക്കുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഈ ഗ്രാമത്തിലെ ബ്രാഹ്മണ സ്ത്രീകൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാറില്ല. മറ്റു സ്ത്രീകൾക്ക് തിരു അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമാണ് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ. ഈ സമയത്ത് ഭഗവാൻ പാർവതീ സമേതനാണ് എന്നാണ് സങ്കല്പം. രാജാക്കന്മാരുടെ രാജാവായി പരിശോഭിക്കുന്ന രാജരാജേശ്വരൻ്റെ തിരുസന്നിധിയിലേക്ക് വെറും കൈയോടെ പോകുവാൻ പാടില്ല എന്നാണ് നിയമം. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള നെയ്യമൃത് എന്ന തിരുമുൽ കാഴ്ചയോടെയാണ് ഭക്തജനങ്ങൾ അവിടുത്തെ തിരുമുമ്പിൽ എത്തുന്നത്. ഒരു ചെറിയ കുടത്തിനുള്ളിൽ നെയ്യ് ഒഴിച്ച് കുടത്തിൻ്റെ വാ മൂടിക്കെട്ടിയാണ് ഈ നെയ്യമൃത് എന്ന വഴിപാട് കിട്ടുന്നത്. ഇത് സോപാനപ്പടികൾ കയറി ശ്രീകോവിലിൻ്റെ പടിയിൽ വെച്ചാണ് ഭഗവാനെ നാം കാണുന്നത്. സോപാനപ്പടിയിൽ കയറി ഭഗവാനെ തൊഴാം എന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. പൊന്നിൻ കുടം, വെള്ളിക്കുടം എന്നിവയിലെ നെയ്യമൃത് സമർപ്പണം അതിവിശേഷമാണ്. രാത്രി ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പുറത്തേക്ക് വേഗം ഇറങ്ങിക്കോളണം എന്നാണ് നിയമം. പ്രദക്ഷിണം അനുവദനീയമല്ല. അതിനാൽ തന്നെ നാലമ്പലത്തിലെ മറ്റു കാഴ്ചകളൊന്നും കണ്ടിട്ടില്ലാത്തതിനാൽ പറഞ്ഞു തരുവാൻ നിർവാഹമില്ല. ശ്രീകോവിലിന് ദീർഘചതുരാകൃതിയാണെന്നും അതിബൃഹത്താണെന്നുമൊക്കെ പറഞ്ഞു കേട്ടു. രാജരാജേശ്വരൻ്റെ ആ ദിവ്യദർശനത്തിൻ്റെ ആ ദിവ്യാനുഭവം പറഞ്ഞു തരുവാൻ അക്ഷരങ്ങൾ പര്യാപ്തമല്ല തന്നെ. അനേകം നെയ്വിളക്കുകളുടെ പ്രകാശത്തിൽ, സ്വർണപ്രഭയിൽ അനേകം ആദിത്യന്മാർ ഉദിച്ചുയർന്ന തേജസ്സോടുകൂടി ആ ദിവ്യമായ ശിവലിംഗ ദർശനത്തിൽ തൃക്കണ്ണുകളും ചന്ദ്രക്കലയും തിരുനാസികയും നാഗഭൂഷണങ്ങളുമെല്ലാം വ്യക്തമായിരുന്നു. മഹാപ്രഭുവിൻ്റെ തിരുമുമ്പിലാണ് എന്ന സൂചന പ്രകടമാക്കിക്കൊണ്ട് അതീവ ഗൗരവഭാവത്തിൽ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടത്തിൻ്റെയും ആ നാഥൻ പരിശോഭിക്കുന്ന ദിവ്യമായ കാഴ്ച ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു നിമിഷം തന്നെയായിരുന്നു. മഹാസാമ്രാട്ടായി, ചക്രവർത്തിയായി, രാജാതിരാജനായി പ്രകാശിക്കുന്ന ഭഗവത് ദർശനത്തിനു ശേഷം നാം നമ്മെ തന്നെ ഭഗവാന്റെ ആ പൊന്നു തൃപ്പാദങ്ങളിൽ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടാണ് തിരിച്ചിറങ്ങുന്നത്. ശിവലിംഗം പൗരാണികമായി സ്വർണഗോളകയാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും തൊട്ടുമുമ്പ് നവകമാടുമ്പോൾ മാത്രമാണ് ശിവലിംഗം അലങ്കാരമില്ലാതെ കാണുവാൻ സാധിക്കുന്നത്. മറ്റു സന്ദർഭങ്ങളിൽ രാജരാജേശ്വരൻ സർവാലങ്കാര വിഭൂഷിതനായിരിക്കും. 16 തൂണുകളിൽ ഉയർന്നു നിൽക്കുന്ന ശ്രീകോവിലിന് മുമ്പിലുള്ള നമസ്കാര മണ്ഡപത്തിന് അതീവ ദിവ്യത്വം കൽപ്പിച്ചു പോരുന്നുണ്ട്. രാവണ നിഗ്രഹത്തിനു ശേഷം അയോധ്യയിലേക്ക് പുഷ്പക വിമാനത്തിൽ ശ്രീരാമചന്ദ്രനും പരിവാരങ്ങളും യാത്ര ചെയ്യുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ വിമാനം തനിയെ ആകാശത്തിൽ നിന്നുത്രേ. ശ്രീരാമചന്ദ്രന് കാര്യം മനസ്സിലാവുകയും വേഗം എല്ലാവരും ഇറങ്ങി ഇവിടെ വന്ന് രാജരാജേശ്വരനെ തൊഴുകയും ചെയ്തു.
മാത്രവുമല്ല, ശ്രീരാമചന്ദ്രൻ കുറേ നേരം ധ്യാനിക്കുകയും അവസാനം നമസ്കരിക്കുകയും ഒക്കെ ചെയ്തത് ഈ നമസ്കാര മണ്ഡപത്തിൽ ആകയാൽ ആരും ഈ നമസ്കാര മണ്ഡപത്തിൽ കയറാറില്ല. മേലാപ്പിൽ കൊത്തുപണികളോടുകൂടിയ ഈ നമസ്കാര മണ്ഡപം അതിമനോഹരമാണ്. സോപാനപ്പടികളിലെ ഏറ്റവും താഴത്തെ പടിയിൽ കാണുന്ന അടയാളങ്ങൾ ശ്രീരാമചന്ദ്രൻ്റെ വില്ലിൻ്റേതാണ് എന്നും വിശ്വാസങ്ങളുണ്ട്. അഗസ്ത്യ മഹർഷിക്കും പരശുരാമ മഹർഷിക്കും ഈ ക്ഷേത്രത്തിൽ ദിവ്യത്വം കലർന്ന സ്ഥാനം കൽപ്പിച്ചു പോരുന്നുണ്ട്. പരശുരാമ മഹർഷിയാണ് ഈ ക്ഷേത്രത്തിലെ പൂജാവിധാനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയത് എന്ന് വിശ്വസിക്കുന്നു. അഗസ്ത്യ മഹർഷി എത്രയോ കാലം ഇവിടെ ആശ്രമം കെട്ടി താമസിച്ചിരുന്നുവെന്നും പിന്നീട് അതിനടുത്തുള്ള ചിറ ആശ്രാമത്ത് ചിറ എന്നറിയപ്പെടുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഭഗവാന് ഉച്ചപൂജ അനവധി കാലം നിർവഹിച്ചിരുന്നത് അഗസ്ത്യ മഹർഷി തന്നെയായിരുന്നു എന്നും വിശ്വാസങ്ങളുണ്ട്. പ്രദോഷം പ്രാധാന്യമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ പൂജിച്ച പ്രസാദമായി ഒന്നും കിട്ടാനില്ല എന്നത് വേറൊരു പ്രത്യേകതയാണ്. ഗണപതിയുടെ സങ്കല്പം മാത്രമേ ഇവിടെയുള്ളൂ, പ്രതിഷ്ഠയില്ല. നന്ദികേശ്വരൻ്റെ സ്ഥാനം നാലമ്പലത്തിന് പുറത്ത് ബലിക്കല്ലും കഴിഞ്ഞിട്ടാണ്. നമ്മളിപ്പോൾ അതിമനോഹരമായ ക്ഷേത്രച്ചിറയ്ക്ക് സമീപത്താണുള്ളത്. മണിക്കിണറില്ലാത്ത ഈ ക്ഷേത്രത്തിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലം എടുക്കുന്നത് മതിൽക്കെട്ടിനോട് ചേർന്നുള്ള ഗംഗാ സാന്നിധ്യമുള്ള ജലവന്തി എന്ന കുളത്തിൽ നിന്നാണ്. രാജരാജേശ്വരൻ്റെ ക്ഷേത്ര മതിൽക്കകം രാജസദസ്സായിട്ടാണ് കണക്കാക്കുന്നത്. കിഴക്ക് ദർശനമായി പരിലസിക്കുന്ന രാജാതിരാജൻ രാവിലെ മുതൽ ദിക്പാലകന്മാരോടും മറ്റ് ദേവന്മാരോടുമായി ത്രിലോക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് അതീവ ഗൗരവമേറിയ ഒരു രാജകൊട്ടാരം എന്ന കണക്കെയാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് എന്നതിനാലാണത്രേ ഇവിടെ ചില വിലക്കുകൾ ഉള്ളത് എന്ന് പറയപ്പെടുന്നു. 4 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. ശിവരാത്രി നാളിൽ 4 മണിക്ക് ശേഷം സ്ത്രീകൾക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞു കേട്ടു. രാജരാജേശ്വരൻ കുടികൊള്ളുന്ന ഈ വിശാലമായ ക്ഷേത്രഭൂമി പ്രാചീനമായൊരു കൊട്ടാര സദൃശ്യം തന്നെയാണ്. ഇവിടെ എല്ലാ നിർമ്മിതിയും അതിബൃഹത്താണ്. ഭീമാകാരമായ സ്തൂപങ്ങളും സ്തംഭങ്ങളുമെല്ലാം പൗരാണികതയുടെ ഒരു ഭംഗി സമ്മാനിക്കുന്നുണ്ട്. 1.5 ആൾ പൊക്കമുള്ള ബലിക്കല്ലിൻ്റെ മനോഹാരിത അതുല്യമാണ്. ക്ഷേത്രധ്വംസനം നടന്ന കാലത്ത് 7 നിലകളോടുകൂടിയ കിഴക്കേ ഗോപുരത്തിന് നാശനഷ്ടങ്ങൾ പറ്റിയെന്നും എന്നാൽ പോലും ഇപ്പോഴും ചെങ്കല്ലിൽ തീർത്ത ഈ അതിമനോഹരമായ സൗധം ഈ ക്ഷേത്രത്തിനു മാത്രം അവകാശപ്പെട്ട പ്രൗഢഗംഭീരമായൊരു കാഴ്ചയാണ്. ടിപ്പുവിൻ്റെ സൈന്യം ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ സൈനികനും തൻ്റെ നേരെ കരിനാഗങ്ങളിങ്ങനെ പാഞ്ഞടുക്കുന്നതായി തോന്നിയെന്നും അവസാനം അവർ പേടിച്ച് ശ്രമം ഉപേക്ഷിച്ച് ഇവിടെ നിന്നും തിരിച്ചുപോയി എന്നൊക്കെ കഥകളുണ്ട്. പടിഞ്ഞാറേ നട ശ്രീ പാർവതീദേവിയുടേതാണ്. അകത്ത് ദാരുബിംബവും കണ്ണാടി വിഗ്രഹവും ഉണ്ടെങ്കിലും ഇത് തുറക്കാറില്ലത്രേ. പടിഞ്ഞാറേ നടയുടെ സംരക്ഷണ ചുമതല ശിവപുത്രിയായ മാടായിക്കാവിലമ്മയ്ക്കാണ്. പടിഞ്ഞാറേ നടയിൽ പാർവതീദേവിയുടെ കൂടെ മഹാലക്ഷ്മി സാന്നിധ്യവുമുണ്ട് എന്നാണ് വിശ്വാസം. ഒരിക്കൽ തനിച്ച് ശ്രീ പരമേശ്വരനെ ദർശിക്കുവാനായി ഇവിടെ എത്തിയ മഹാലക്ഷ്മി ദേവി അകത്ത് സ്വന്തം പതിയായ വിഷ്ണു ഭഗവാനെ കാണുകയും ദേവി വേഗം ശ്രീകോവിലിലേക്ക് കടക്കുകയും ചെയ്തു. അകത്തെത്തിയതും മഹാദേവൻ വേഷം മാറിയതാണ് എന്ന് മനസ്സിലായി ദേവി പടിഞ്ഞാറേ നടയിലൂടെ പുറത്തേക്ക് കടക്കാൻ നേരം ഭഗവാൻ വേഗം വാതിലടച്ചു. ലക്ഷ്മി സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ ഉറപ്പുവരുത്തുവാനാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. പിന്നീട് ലക്ഷ്മി ദേവിയെ തിരികെ കൊണ്ടുവരുവാൻ വിഷ്ണു ഭഗവാൻ വന്നത് ശിവപുത്രനായ സുബ്രഹ്മണ്യസ്വാമിയുടെ രൂപത്തിലായിരുന്നുവത്രേ. അതിനാൽ പുത്രഭാവത്തിലാണ് ഭഗവാൻ വിഷ്ണു ഭഗവാനെ സ്വാഗതം ചെയ്തത്. അവസാനം ലക്ഷ്മി സാന്നിധ്യം ഇവിടെ വേണമെന്ന് ശങ്കരനാരായണന്മാർ ഒരുമിച്ച് തീരുമാനിക്കുകയും അതിനുശേഷം ഈ ക്ഷേത്രം ലക്ഷ്മീപുരം എന്നറിയപ്പെടുകയും ചെയ്തു. തൃച്ചംബരത്തപ്പൻ ശിവരാത്രി വിഷു നാളുകളിൽ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുമ്പോൾ സുബ്രഹ്മണ്യസ്വാമിയെ സ്വീകരിക്കുന്ന പോലെ, അതായത് പുത്രഭാവത്തിലാണ് ഭഗവാൻ തൃച്ചംബരത്തപ്പനെ സ്വീകരിക്കുക എന്നും വിശ്വസിക്കുന്നു. ആ സമയത്ത് തൃച്ചംബരത്തപ്പനെ രാജരാജേശ്വരൻ്റെ പീഠത്തിലിരുത്തി ശങ്കരനാരായണ പൂജ നടത്തുന്നു. കൂടാതെ ശങ്കരനാരായണ സങ്കല്പത്തിൽ തന്ത്രിമാർ പുഷ്പാർച്ചനയും നടത്താറുണ്ട്. തൃച്ചംബരത്തപ്പൻ തിരികെ പോകുമ്പോൾ
തൃച്ചംബരത്തപ്പന് ഓലക്കുട ഉൾപ്പെടെ ചില സമ്മാനങ്ങളൊക്കെ രാജരാജേശ്വരൻ നൽകാറുണ്ട്. ഇതെല്ലാം ഈ ഗ്രാമത്തിൽ നിലനിന്നിരുന്ന ശൈവ വൈഷ്ണവ സമന്വയമായ ആരാധനാ സമ്പ്രദായത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ തൊഴുവാൻ ചില ചിട്ടകൾ അഥവാ ദർശനക്രമം അനുവർത്തിച്ചു പോരുന്നുണ്ട്. അതാത് സ്ഥലങ്ങളിൽ എത്തുമ്പോൾ സ്മരിക്കേണ്ട ദേവതാനാമങ്ങൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. കിഴക്ക് വശത്ത് നന്ദികേശ്വരൻ്റെ ശ്രീകോവിൽ കൂടാതെ യക്ഷി അമ്മയ്ക്കും ശ്രീകോവിലുണ്ട്. ചിറയിൽ കുളിച്ച് അഗസ്ത്യ മഹർഷിയെ വന്ദിച്ചാണ് പരമ്പരാഗതമായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാഞ്ഞിരങ്ങാട് വൈദ്യനാഥൻ, കാശി വിശ്വനാഥൻ, ചെറുകുന്ന് അന്നപൂർണേശ്വരി, ശ്രീ പരശുരാമ മഹർഷി, മാടായിക്കാവിലമ്മ, ശ്രീ പാർവതീദേവി, മഹാലക്ഷ്മി ദേവി, ദക്ഷിണാമൂർത്തി, ഗംഗാദേവി എന്നിങ്ങനെ ഒത്തിരി ദേവതാ മഹർഷി സാന്നിധ്യങ്ങളെ സ്മരിച്ച് വന്ദിക്കേണ്ടതുണ്ട്. വാസുദേവപുരം ശ്രീകൃഷ്ണ ക്ഷേത്രവും അരവത്ത് ഭൂതനാഥ ക്ഷേത്രവും അധികം അകലെയല്ലാതെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. സതീദേവിയുടെ ശക്തിപീഠത്തിന് കാവൽ നിന്ന ഉഗ്രശാസ്താവാണ് ഭൂതനാഥ ക്ഷേത്രത്തിലുള്ളത് എന്ന് വിശ്വസിക്കുന്നു. രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ദക്ഷിണ ഭാരതത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിലുണ്ടാകുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായിട്ടുള്ള ദേവപ്രശ്നം വയ്ക്കാറുള്ളത്. ക്ഷേത്ര സമുച്ചയത്തോട് ചേർന്നുള്ള കൊട്ടുംപുറം എന്ന മണിഗോപുരത്തിന് ഏറെ പ്രാധാന്യങ്ങളുണ്ട്. ഇവിടെ വെച്ചാണ് പണ്ഡിതന്മാരെയും കലാകാരന്മാരെയും ആദരിക്കാറുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന സ്ഥാനമാനങ്ങൾക്ക് ഉത്കൃഷ്ട പദവി കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉദ്ദണ്ഡ ശാസ്ത്രികൾ, മാണി മാധവ ചാക്യാർ എന്നിങ്ങനെയുള്ള ഒത്തിരി മഹത് വ്യക്തികൾക്ക് ഇവിടുന്ന് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പരശുരാമ മഹർഷി ചക്രവർത്തിമാരെ അരിയിട്ട് വാഴ്ച നടത്തിയതും ഈ കൊട്ടുംപുറം മന്ദിരത്തിൽ വെച്ചായിരുന്നുവത്രേ. കൊട്ടുംപുറത്തു പെരുമാൾ എന്നും പണ്ടൊക്കെ ഭക്തന്മാർ രാജരാജേശ്വരനെ വിളിക്കാറുണ്ടായിരുന്നു. രാജരാജേശ്വരൻ്റെ തിരുമുമ്പിൽ എത്തിയപ്പോൾ കൈകൾ താനേ കൂപ്പി തൊഴുതുപോയി എന്ന് പ്രമുഖ പണ്ഡിതനായ ഉദ്ദണ്ഡ ശാസ്ത്രികൾ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വീരശൃംഖല ഒരു കലാകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. രാത്രി രാജരാജേശ്വരനെ പൂജിക്കുവാൻ ദിവ്യ ഋഷീശ്വരന്മാർ ഇവിടെ എത്തിച്ചേരുന്നു എന്നൊരു സങ്കല്പമുണ്ട്. അതിനായി കുറച്ച് ചന്ദനവും തുളസിക്കതിരും നട അടയ്ക്കുന്നതിനു മുമ്പ് ശാന്തിക്കാർ ശ്രീകോവിലിൽ കൊണ്ടുവന്ന് വയ്ക്കാറുണ്ടത്രേ. രാത്രി നടയടച്ചാൽ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ് ഭഗവാന് അത്താഴം എന്നും വിശ്വാസമുണ്ട്. തിരുവത്താഴ പൂജയോടുകൂടി രാജാതിരാജൻ പത്നീഗൃഹത്തിലേക്ക് എഴുന്നള്ളുന്നു എന്നാണ് സങ്കല്പം. കൊട്ടിയൂരിലെ വൈശാഖ ഉത്സവകാലത്ത് യാഗകുണ്ഡത്തിലെ ആ ഭസ്മം ശിവഭൂതഗണങ്ങൾ ഇവിടുത്തെ അടുപ്പിലേക്ക് എത്തിക്കും എന്നും വിശ്വാസങ്ങളുണ്ട്. രാജരാജേശ്വരന് ആനയെ നടക്കിരുത്തുന്നത് വളരെ പ്രശസ്തമാണ്. പണ്ട് സാമൂതിരിമാരും തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുമൊക്കെ അരിയിട്ട് വാഴ്ച നടത്തുന്നതിനു മുമ്പ് ഇവിടെ വന്ന് രാജരാജേശ്വരനെ ദർശിച്ച് ആനയെ നടക്കിരുത്തുമായിരുന്നു. സാമൂതിരി തീപ്പെട്ടാൽ ഈ ക്ഷേത്രത്തിൽ പുല ആചരിച്ചിരുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. പണ്ടൊക്കെ ഊരാള കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ പൊക്കിൾ കൊടി ഈ ക്ഷേത്ര പരിസരത്ത് കുഴിച്ചിടുമായിരുന്നു അത്രേ. അത്രയും ബന്ധം ഈ ഗ്രാമം രാജാതിരാജനായ ഭഗവാനുമായി വെച്ചു പുലർത്തുന്നു എന്നത് തന്നെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. അതുപോലെ ഈ ഗ്രാമക്കാരുടെ വിവാഹ നിശ്ചയം ഇവിടെ കൊട്ടുംപുറത്ത് മന്ദിരത്തിലാണത്രേ നടക്കുക. 4 തന്ത്രിമാരാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. അവർ ഈ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾക്ക് എത്തിയാൽ അഗസ്ത്യ മനുഷ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 30-ലധികം രാജവംശങ്ങൾ ക്ഷേത്രഭരണം നടത്തിയതിനു ശേഷം ഈ ഗ്രാമത്തിലെ ഇല്ലങ്ങളിലേക്ക് ഊരാൺമാവകാശം വന്നു ചേർന്നു. ഇപ്പോൾ TTK ദേവസ്വത്തിൻ്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത്. ഇതിലും ക്ഷേത്ര ഊരായ്മക്കാർ ഉൾപ്പെടുന്നുണ്ട്. മീനം 26-ന് കളഭാഭിഷേകം ഇവിടെ നടക്കുന്നു. വിഷുവിനും ശിവരാത്രിക്കും പുത്തരി ദിനത്തിലും ശ്രീഭൂതബലി നടക്കാറുണ്ട്. ശിവരാത്രിക്ക് ഇവിടെ ധാര പതിവില്ല. ചിങ്ങമാസത്തിലെ തിരുവോണത്തിനു ശേഷം വരുന്ന മകം നാളിലെ കണിക്ക് തൊഴൽ അഥവാ മകക്കണി വിശേഷമാണ്. നെയ്യമൃതിനു പുറമെ സ്വർണ്ണപ്പട്ടം, പാർവതിക്ക് സ്വർണ്ണത്താലി, സ്വയംവര പുഷ്പാഞ്ജലി, അശ്വമേധ നമസ്കാരം,
യാമനമസ്കാരം തുടങ്ങി വേറെയും വഴിപാടുകളുള്ള ഈ ക്ഷേത്രത്തിൽ ധാര വഴിപാടില്ല എന്നതൊരു പ്രത്യേകതയാണ്. ചെല്ലൂർ പിരാൻ സ്തുതി, ചെല്ലൂരീശ വിലാസം, ചെല്ലൂർ നാഥോദയം ചമ്പു എന്നിവ രാജരാജേശ്വരനെ സ്തുതിച്ചെഴുതിയ അതിപുരാതന കൃതികളാണ്. ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ കോകില സന്ദേശത്തിലും താമ്രശാസനത്തിലും ക്ഷേത്ര പരാമർശമുണ്ടെന്ന് പറയപ്പെടുന്നു. മറ്റു പല പുരാതന കൃതികളും കാലത്തിൻ്റെ ഒഴുക്കിൽ നഷ്ടമായിപ്പോയിത്രേ. ദക്ഷിണാമൂർത്തിയുടെ നടയിൽ കാണുന്ന സാക്ഷിമണിക്കും ഈ ക്ഷേത്രത്തിൽ പ്രത്യേകത നിറഞ്ഞ ഒരു സ്ഥാനം കൽപ്പിച്ചു പോരുന്നുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളെ അരൂപികളായ ശിവഭൂതഗണങ്ങൾ ഭഗവത് സന്നിധിയിലേക്ക് ആനയിക്കുന്നു എന്നൊക്കെ സങ്കല്പങ്ങളുണ്ട്. തീചാമുണ്ടി, രക്തചാമുണ്ടി എന്നീ ദേവീ സാന്നിധ്യങ്ങളുടെ നിരീക്ഷണങ്ങളും ഈ പുണ്യഭൂമിയിൽ ഉണ്ട് എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ഐതിഹ്യം, ചരിത്രം, നിർമ്മാണ വൈദഗ്ധ്യം, വാസ്തുശില്പചാരുത, പൗരാണികത എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഈ ക്ഷേത്രം ഒരു വിസ്മയം തന്നെയാണ്. ക്ഷേത്രത്തിനു ചുറ്റിലുമുള്ള ഭീമാകാരമായ മതിലും അതിബൃഹത്തായ ബലിക്കല്ലുമൊക്കെ കാണേണ്ട കാഴ്ചകളാണ്. മേൽക്കൂരയില്ലെങ്കിൽ പോലും കിഴക്കേ ഗോപുരത്തിൻ്റെ പ്രൗഢിയും മനോഹാരിതയും എത്ര നോക്കി നിന്നാലും മതിയാവില്ല. പ്രൗഢഗംഭീരമായൊരു രാജധാനിയുടെ എല്ലാ സൂചനകളും ഈ പുണ്യഭൂമിയിലെ മണൽ തരികൾ പോലും പങ്കുവയ്ക്കുന്നുണ്ട്. ത്രിലോകങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് രാജരാജേശ്വരൻ കുടികൊള്ളുന്ന ഈ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൃദയത്തിൽ വിശുദ്ധിയും ഭക്തിയും വിനയവും ശ്രേഷ്ഠചിന്തകളും നിറയ്ക്കേണ്ടത് അനിവാര്യമാണ്. കാരണം നാം വന്നിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയായ ദേവാദിദേവനായ പശുപതിയായ മഹേശ്വരനായ സാക്ഷാൽ രാജരാജേശ്വരനെ മുഖം കാണിക്കുവാനാണ്. ഈ ക്ഷേത്രം ആത്മീയമായ അലൗകികമായ ഒരു ദിവ്യമായ തലത്തിലേക്ക് നമ്മെ ആനയിക്കുന്നുണ്ട്. സർവചരാചരങ്ങളിലും എന്നിലും കുടികൊള്ളുന്നത് അദ്വിതീയനായ സച്ചിദാനന്ദ ബ്രഹ്മമായ പരമാനന്ദ സ്വരൂപനായ സർവേശ്വരനാണ് എന്നതിനാൽ ഞാൻ നശ്വരമായ ദേഹമല്ല എന്ന ദിവ്യമായ ചിന്തയും രാജാതിരാജൻ പരിലസിക്കുന്ന ഈ ക്ഷേത്രം സമ്മാനിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ രാവിലെയും രാത്രിയും എത്തിച്ചേരുവാൻ ഭഗവത് അനുഗ്രഹത്താൽ സാധിച്ചു. എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ നിറഞ്ഞ ഈ പുണ്യക്ഷേത്ര ഭൂമിയെ പിന്തിരിഞ്ഞു നോക്കി രാത്രി വിടവാങ്ങുമ്പോൾ ഇനി എന്നാണ് രാജരാജേശ്വരനെ വീണ്ടും കാണുക എന്നതു മാത്രമായിരുന്നു ചിന്ത. കാരണം ഇത് ഒരു അത്ഭുത ക്ഷേത്രമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വിസ്മയ ക്ഷേത്രം കണ്ടിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. ഒരു ചക്രവർത്തിയുടെ രാജാധികാരത്തിൻ്റെ പ്രൗഢി പങ്കുവെക്കുന്നതിനോടൊപ്പം ഒരു പിതാവിൻ്റെ നിറഞ്ഞ വാത്സല്യം കൂടി ഈ ക്ഷേത്രഭൂമി ഭക്തനിൽ നിറയ്ക്കുന്നുണ്ട്. അനന്തമായ സംരക്ഷണ വലയം സമ്മാനിച്ച രാജരാജേശ്വരൻ്റെ തിരുസന്നിധിയെക്കുറിച്ച് ഇത്ര നേരം പറയുവാനും ദൃശ്യങ്ങൾ പകർത്തുവാനും ഞങ്ങൾക്ക് സാധിച്ചത് ഭഗവത് കാരുണ്യത്തിൻ്റെ ആ മഹത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. എല്ലാ വാക്കുകളും തളിപ്പറമ്പിൽ പരിലസിക്കുന്ന രാജരാജേശ്വരൻ്റെ ഏറെ പ്രിയപ്പെട്ട പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. വെളുത്ത വെണ്ണീരണിയുന്ന കോലം വെളിച്ചമേ കൺമതിനുണ്ടു വാഞ്ച തളിപ്പറമ്പമ്പിന തമ്പുരാനെ കുളിർക്കവേ ഞാനിത കൈതൊഴുന്നേൻ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. നമ പാർവതീപതേ. ഹരഹര മഹാദേവ. ശങ്കരനാരായണായ നമ. ഓം നമ ശിവായ. ശ്രീ രാജരാജേശ്വര ശരണം.